ഹെൽത്ത് കെയർ ഒരു വലിയ ചാപ്റ്റർ ആണല്ലേ, പക്ഷെ നമുക്കൊരു ഒറ്റയടിക്ക് ഒരു 30 മിനിറ്റ്സിൽ ഈ കംപ്ലീറ്റ് ചാപ്റ്റർ പഠിച്ചാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്റർ നമ്മളൊരു 30 മിനിറ്റ്സിൽ ഫുൾ സെറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട്, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഹെൽത്ത് എന്താണെന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. സോ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പണ്ട് കരുതിയിരുന്ന അസുഖം ഇല്ലാത്ത അവസ്ഥ എന്നാണ്. പക്ഷെ ഇപ്പോൾ പറയുന്നത് എന്താണ്? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്, ശാരീരികവും മാനസികവും അതുപോലെ സാമൂഹികപരവുമായിട്ടുള്ള ഒരു വെൽബീങ് ഉണ്ടെങ്കിലാണ് ഒരാൾ എന്ത് പറയുക? ആരോഗ്യവാനാണെന്ന് പറയാം. അപ്പം നമുക്ക് ആ അസുഖം ഉണ്ടാവുക അല്ലേ, നമുക്ക് പലതരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തുണ്ടാവാറുണ്ട്? നമ്മുടെ ഈ ഒരു ആരോഗ്യം തെറ്റാറുണ്ട്. അപ്പം അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രോഗാണുക്കളാവാം, ചിലപ്പോൾ പോഷകക്കുറവാവാം, ചിലപ്പോൾ നമ്മുടെ ജീവിത രീതികൾ, ലൈഫ് സ്റ്റൈൽ ആവാം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യമാകാം അല്ലേ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സുസ്ഥിതി തെറ്റുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുക? അസുഖം വരിക. അപ്പം നമുക്കിങ്ങനെ അസുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് നമ്മുടെ രോഗാണുക്കൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പോളൻ ഗ്രെയിൻസ് വരും, ഡസ്റ്റ് പൊടിപടലങ്ങൾ വരും, അല്ലെങ്കിൽ ചില ഫുഡ് ഐറ്റംസ് വരാം, ചില കെമിക്കൽസ് വരാം. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമ്മൾക്കിതേ അസുഖമെല്ലാം ഉണ്ടായിട്ട് മാറുന്നത്. സോ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിയിട്ട് നമ്മളുടെ ഇമ്മ്യൂണിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാം? ആന്റിജൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ആന്റിജൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് രോഗാണുക്കൾ മാത്രമാണെന്ന്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്യണ എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? ആന്റിജൻസ് എന്ന് വിളിക്കാം. അപ്പം ഈ ആന്റിജൻസ് ഒക്കെ നമ്മുടെ ചുറ്റുപാടുണ്ടായിട്ട് നമുക്ക് എല്ലാ ദിവസവും അസുഖം വരാറില്ല അല്ലേ. അപ്പം അതിനൊരു കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധമാണ്. ഓക്കെ, ഈ രോഗാണുക്കളുടെയൊക്കെ എൻട്രി തടയാനും അഥവാ കടന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് രണ്ട് തരത്തിലാണ്: ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സഹജ പ്രതിരോധം, അക്വയർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആർജിത പ്രതിരോധം. ഇതിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സഹജ പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന പ്രതിരോധമാണ്. ഓക്കെ, അത് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ രോഗാണുക്കൾ കടക്കാതെ തടയുക. മെയിനായിട്ട് എന്താണ്? എൻട്രി പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ എൻട്രി പ്രിവെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രൈമറി ലെവൽ. ആരും കടക്കാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ലെവൽ എന്ന് പറയുന്നത്. ഇനി അഥവാ ആരെങ്കിലും കടന്നാൽ അവരെ നശിപ്പിക്കാനുള്ളതാണ് നമ്മുടെ സെക്കൻഡറി ലെവൽ ഡിഫൻസ് അല്ലെങ്കിൽ ദ്വിതീയ തല പ്രതിരോധം എന്ന് പറയുന്നത്. സോ ഈ രണ്ട് ലെവൽ ആയിക്കോട്ടെ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. സോ അതുകൊണ്ടാണ് ഇതിന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ സഹജ പ്രതിരോധം എന്ന് പറയുന്നത്. അപ്പം അതിൽ പ്രൈമറി ലെവൽ ഡിഫൻസ് ആണ് നമ്മുടെ രോഗാണുക്കൾ കടക്കാതെ തടയുന്നതാണ്. ആരൊക്കെ? മെയിനായിട്ട് നമ്മുടെ സ്കിന്നുണ്ട്. നമ്മുടെ സ്കിന്നിൽ നമുക്ക് സ്വെറ്റ്, വിയർപ്പും അതുപോലെ സീബവും ഉണ്ട്. ഇത് രോഗാണുക്കളുടെ എൻട്രി പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെവിയിൽ വാക്സ്, നമ്മുടെ സെലൈവയിലും ടിയേഴ്സിലും നമുക്ക് ലൈസോസൈം, എൻസൈം, പിന്നെ നമ്മുടെ ട്രക്കിയ ശ്വസന പദത്തിൽ സീലിയ ഉണ്ട്, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അകത്തിൽ ആമാശയത്തിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ശ്ലേഷ്മസ്തരം എവിടെയുണ്ട്? നമ്മുടെ ത്രോട്ടിലും മൂക്കിലും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ എവിടെ കാണും? നമുക്ക് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള സ്മോൾ ഇൻറ്റെസ്റ്റൈനിലൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനും മ്യൂക്കസിൻ്റെ സെക്രീഷനും കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള യൂസ്ഫുൾ ബാക്ടീരിയ ഒക്കെ എന്താണ്? നമ്മുടെ സെൽസിൻ്റെ ഉള്ളിലേക്ക് രോഗാണുക്കളുടെ പ്രവേശനം, രോഗാണുക്കളുടെ എൻട്രി തടയുന്നുണ്ട്. ഇനി അഥവാ ആരെങ്കിലും കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി ലെവൽ ഡിഫൻസ് ഓൺ ആകും. അതാണ് നമ്മളുടെ നമ്മുടെ ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് സെൽസിൽ തന്നെ WBC അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കളാണ് നമുക്ക് എന്ത് തരുന്നത്? ഡിഫൻസ് തരുന്നത്. അതിൽ 5 ആൾക്കാരുണ്ട്. പക്ഷെ ഇതിൽ 4 ആൾക്കാരാണ് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത്. അതിലൊരാളായിട്ടുള്ള നമ്മുടെ ന്യൂട്രോഫിലും അതുപോലെ മോണോസൈറ്റും. ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ന്യൂട്രോഫിൽ എന്താണ്? നമ്മുടെ ബാക്ടീരിയനെ എല്ലാം വിഴുങ്ങി നശിപ്പിക്കുമ്പോൾ മോണോസൈറ്റ് ബാക്ടീരിയനെ അതുപോലെ തന്നെ ഡെഡ് സെൽസിനെ എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്. ഇത് മറ്റുള്ള ഇമ്മ്യൂൺ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും കൂടെ മോണോസൈറ്റ് ചെയ്യും. ന്യൂട്രോഫിൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ രോഗാണുക്കൾക്കെതിരായിട്ടുള്ള ചില കെമിക്കൽസ് ഉണ്ടാക്കും. ഇനി ബേസോഫിലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെപ്പാരിൻ, ഹിസ്റ്റമിൻ, സെറട്ടോണിൻ പോലത്തെ കുറച്ച് കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇൻഫ്ലമേഷന് കാരണമാവുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ ബേസോഫിൽ. അതിൽ ഹെപ്പാരിൻ നിങ്ങൾക്കറിയാം രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള കെമിക്കലാണ്. പിന്നെ ഹിസ്റ്റമിനാണ് നമുക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത്, അതായത് ഇൻഫ്ലമേഷന് കാരണമായിട്ടുള്ള ആൾ ബേസോഫിലാണ്. ഇനി ഈസിനോഫിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന കെമിക്കൽസിനെല്ലാം ന്യൂട്രലൈസ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്? അലർജിക്ക് കാരണമായിട്ടുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുക? ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈസിനോഫിലിന്റെ ഫംഗ്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇത് എക്സാമിന് ചോദിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ഫാഗോസൈറ്റോസിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, സോ പ്രോസസ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്
സെൽസ് എൻഗൾഫ് ആൻഡ് ഡെസ്ട്രോയ് പാത്തജൻ. അതിൻ്റെ ഒരു ഡയഗ്രമാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് 2 ഫാഗോസൈറ്റുകളാണുള്ളത്, ഒന്ന് ന്യൂട്രോഫിലും ഒന്ന് മോണോസൈറ്റും. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ഡയഗ്രാം ആണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ രോഗാണു അല്ലെ പാത്തജൻ വരുന്നു, നമ്മുടെ ഫാഗോസൈറ്റ് എന്ത് ചെയ്യും, റിസെപ്റ്റർ ഉപയോഗിച്ച് അതിനെ ബൈൻഡ് ചെയ്യും, അതിനൊരു മെംബ്രെയിൻ സാക്കിൻ്റെ ഉള്ളിലാക്കും, അതിനെയാണ് ഫാഗോസോം എന്ന് പറയാം. ഇനി നമ്മുടെ ഈ ഒരു ഫാഗോസൈറ്റിൻ്റെ ഉള്ളിലുള്ള എൻസൈം നിറച്ച ലൈസോസോമും ഫാഗോസോമും കൂടി ചേർന്ന് ഫാഗോ ലൈസോസോം ആകും. ഈ എൻസൈം എന്ത് ചെയ്യും, ഈ ലൈസോസോമിൻ്റെ ഉള്ളിലുള്ള എൻസൈം നമ്മുടെ പാത്തോജനെ പൊട്ടിച്ച് കളയും, അങ്ങനെ വേസ്റ്റ് റിമൂവ് ചെയ്യും. സോ രോഗാണുവിനെ വിഴുങ്ങി നശിപ്പിച്ചു. ഇതിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയാം. ദെൻ കംസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുന്ന സമയത്ത് ആ മുറിവുണ്ടായ ഭാഗം ചുവന്ന് തൊടുത്ത് വീർത്തു വരും അല്ലേ, അതിനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയാം. ആക്ച്വലി ഇത് എന്താണ്, ഇതൊരു പ്രതിരോധ പ്രവർത്തനമാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ നമ്മളുടെ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും. ആ ഇൻജുവേർഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന കെമിക്കൽ റിലീസ് ചെയ്യും. ആ ഹിസ്റ്റമിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികൾ അങ്ങോട്ട് വികസിക്കും. രക്തലോമികൾ വികസിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് കുറേ രക്തം ഒഴുകിയെത്തുമ്പോൾ എന്താണ്, നമ്മുടെ ന്യൂട്രോഫിലിനും മോണോസൈറ്റിനും വേഗത്തിൽ നമ്മുടെ രോഗാണുക്കളെല്ലാം വിഴുങ്ങി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അത് എന്താണ്, ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. ദെൻ കംസ് ഫീവർ. അപ്പോൾ ഫീവർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു നോർമൽ ബോഡി ടെമ്പറേച്ചർ ഉണ്ട്, അതാണ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമ്മുടെ ശരീര താപനില ഇതിലും കൂടുന്ന അവസ്ഥേനെയാണ് നമ്മൾ പനി എന്ന് പറയുക. ആൻഡ് പനി ഒരു പ്രതിരോധ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു അസുഖത്തിന്റെ ലക്ഷണമാണ്. ഓക്കെ, ഒരു അസുഖമല്ല. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, എന്തെങ്കിലും അണുബാധയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ WBC എന്ത് ചെയ്യും, പൈറോജൻസ് എന്ന് പറയുന്ന കെമിക്കൽസ് റിലീസ് ചെയ്യും. ഈ പൈറോജൻസ് നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ മസ്തിഷ്കത്തിനെ ട്രിഗർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഗുണം, നമ്മുടെ രോഗാണുക്കളുടെ പെരുകൽ നിരക്ക്, അവരുടെ ഗ്രോത്ത് അങ്ങോട്ട് കുറയും. അവരുടെ ഗ്രോത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഫാഗോസൈറ്റോസിസ് വളരെ എഫക്റ്റീവ് ആകും. അതായത് ഉള്ള ആൾക്കാരെ വേഗം നശിപ്പിച്ചാൽ മതി. സോ ഫാഗോസൈറ്റോസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ബോഡി ടെമ്പറേച്ചർ കൂടുന്നത്. അതുമാത്രമല്ല രോഗാണുക്കളുടെ ഗ്രോത്ത് നമുക്ക് തടയാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പനി എന്താണ്, ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. ദെൻ കംസ് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്. അതായത് നമുക്കൊരു മുറിവ് വന്നപ്പോഴാണ് അവിടെ എന്ത് സംഭവിച്ചത്, നമ്മുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടായത് അല്ലേ. അപ്പം മുറിവ് വന്ന സമയത്ത് നമ്മുടെ രക്തം അതിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകും കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞ് അപ്പം തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാറുണ്ട്. സോ നമ്മുടെ രക്തത്തിൻ്റെ ഒഴുക്ക് തടയാനും രോഗാണുക്കളുടെ ഫർദർ എൻട്രി തടയാനും വേണ്ടിയിട്ടാണ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ള ഈ ഒരു ഫ്ലോ ചാർട്ട് എക്സാമിന് നിർബന്ധമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും, അതായത് മുറിവുണ്ടായ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ചേർന്നിട്ട് ഡീജനറേറ്റ് ചെയ്യും, ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവും. ഈ ത്രോംബോപ്ലാസ്റ്റിൻ കുറേ നമ്മുടെ മാലപ്പടക്കം പോലെ, ഒരു പടക്കത്തിന് തീ കൊടുത്താൽ അടുത്തടുത്ത് പൊട്ടുന്നത് പോലെ നമ്മുടെ പ്രോത്രോംബിൻ, അത് പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീൻ ആണ്, അതിനെ എന്താക്കി മാറ്റും, ത്രോംബിൻ ആക്കി മാറ്റും. കാൽഷ്യം 2+ന്റെയും വൈറ്റമിൻ കെയുടെയും പ്രസൻസിൽ ഈ ത്രോംബിൻ എന്ത് ചെയ്യും, നമ്മുടെ രക്തത്തിലുള്ള ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഫൈബേഴ്സ് അല്ലെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റും. ഈ ഫൈബ്രിൻ നാരുകളും RBCയും എല്ലാം കൂടെ ചേർന്നിട്ട് എന്തുണ്ടാവുകയാണ്, രക്തക്കട്ട ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫൈബ്രിൻ നാരുകളിലും ചുവന്ന രക്താണുക്കൾ അകപ്പെട്ട് അവിടെ എന്തുണ്ടാവും, നമ്മുടെ രക്തക്കട്ട ഉണ്ടാവും. അപ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങണം. അപ്പോൾ മുറിവ് ഉണങ്ങുക എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, നമ്മുടെ രോഗാണുക്കളുടെ ഫർദർ എൻട്രി ഒക്കെ തടയുന്നുണ്ട്. സോ ഇൻഫ്ലമേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് പുതിയ ടിഷ്യൂസ് അവിടെ ഫോം ചെയ്യണം. ആ പുതിയ ടിഷ്യൂസ് ഉണ്ടാക്കുന്നത് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കലയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, നമുക്ക് സ്കാർ അല്ലെങ്കിൽ പാട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ചാണ്. പക്ഷേ ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിന്റെ പ്രത്യേകത എന്താ, ഇത് ആര് വന്നാലും ഏത് രോഗാണുക്കൾ വന്നാലും അവരെ നശിപ്പിക്കും. സോ ഇതിന് നമുക്ക് എന്ത് പറയാം, നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മൾ പറഞ്ഞു എക്വയർഡ് ഇമ്മ്യൂണിറ്റി. അത് നമുക്ക് ജനിക്കുമ്പോഴേ കിട്ടില്ല, നമ്മൾ ജനിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പല ആൻറ്റിജൻസിനോട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരം ഉണ്ടാക്കിയെടുക്കുന്ന എക്വയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ്. ഈ ഒരു ഇമ്മ്യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ രോഗാണുക്കളെയും ഒരുപോലെ അല്ല നശിപ്പിക്കുക. അവരെന്ത് ചെയ്യും, സ്പെസിഫിക്കലി റെക്കഗ്നൈസ് ആൻഡ് ഡിഫെൻഡ് ആൻറ്റിജൻസ്. ഓരോ ആൻറ്റിജൻസിനെയും തിരിച്ചറിഞ്ഞ് ഓരോ രീതിയിലാണ് പ്രതികരിക്കുക. സോ ഈ എക്വയർഡ് ഇമ്മ്യൂണിറ്റിനെ നമ്മൾ എന്ത് പറയും, സ്പെസിഫിക്
സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രത്യേക പ്രതിരോധം എന്നാണ് പറയാം. മിസ് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെ നമ്മൾ നോൺ സ്പെസിഫിക് എന്ന് പറയും. അതിൽ പ്രൈമറി ലെവലും ഉണ്ട്, സെക്കൻഡറി ലെവലും ഉണ്ട്. സെക്കൻഡറി ലെവലിലാണ് നമ്മുടെ 4 WBCകൾ വരുന്നത്. ആൻഡ് നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിനെ നമ്മൾ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രത്യേക പ്രതിരോധം എന്ന് പറയും. അവിടെയാണ് നമ്മുടെ 5ാമത്തെ WBC ആയിട്ടുള്ള ലിംഫോസൈറ്റ് വരുന്നത്. ലിംഫോസൈറ്റ് 2 തരത്തിലുണ്ട്, ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. അതിൽ ബി ലിംഫോസൈറ്റിന്റെയും ടി ലിംഫോസൈറ്റിന്റെയും മെച്ചുറേഷനും പാകപ്പെടലും എക്സാമിന് ചോദിക്കും. എല്ലാവരും ഉണ്ടാവുന്നത് നമ്മുടെ ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥി മജ്ജയിലാണ്. എല്ലാ നമ്മുടെ ലിംഫോസൈറ്റുകളൊക്കെ ഉണ്ടാവുന്നത് ബോൺ മാരോയിലാണ്. പക്ഷേ കുറച്ച് ആൾക്കാർ മെച്ചുറേഷൻ എവിടെയാണ്? ബോൺ മാരോയിൽ തന്നെ. ഓക്കെ, അപ്പം നമ്മുടെ ബോൺ മാരോയിൽ തന്നെ മെച്ചുറേഷൻ സംഭവിച്ച ആൾക്കാരാണ് ബി ലിംഫോസൈറ്റ്. പക്ഷേ കുറച്ച് ആൾക്കാർ മെച്ചുറേഷൻ അല്ലെങ്കിൽ പാകപ്പെടലിന് വേണ്ടിയിട്ട് നമ്മുടെ തൈമസ് ഗ്ലാൻഡിലേക്ക് പോയി. തൈമസ് ഗ്ലാൻഡിലേക്ക് പോയവരാണ് ടി ലിംഫോസൈറ്റ്. അപ്പോൾ ഇവിടെ തന്നെ മക്കൾ നോക്കുക, ഫോർമേഷനും മെച്ചുറേഷനും ബോൺ മാരോയിൽ തന്നെ അവരാണ് ബി ലിംഫോസൈറ്റ്. ഇവരെന്താ ചെയ്യുക? രോഗാണുക്കൾക്കെതിരായിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടാക്കും. ചില പ്രോട്ടീൻസ് ആണ്, അങ്ങനെയാണ് രോഗാണുക്കളെ നശിപ്പിക്കുക. പക്ഷേ ടി ലിംഫോസൈറ്റ് ഫോം ഇൻ ബോൺ മാരോ, പക്ഷേ മെച്ചുവർ പാകപ്പെടൽ എവിടെയാണ്? തൈമസ് ഗ്ലാൻഡിലാണ്. ഇവരെന്താണ് ചെയ്യുക? രോഗാണുക്കളെ തിരിച്ചറിയും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിനെ, രോഗാണുബാധയേറ്റ കോശങ്ങളെ, അണുബാധയേറ്റ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ നശിപ്പിക്കും. അതുകൂടാതെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കും. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ടേബിൾ ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എവിടെയാണ് ഫോർമേഷൻ, എവിടെയാണ് മെച്ചുറേഷൻ, എന്താണ് അതിന്റെ ഫംഗ്ഷൻ? വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ കംസ് നമ്മുടെ വാക്സിനേഷൻ. അപ്പോൾ വാക്സിനേഷന്റെ പിതാവാണ് നമ്മുടെ എഡ്വേർഡ് ജെന്നർ. അപ്പോൾ ഈ ഒരു വാക്സിൻ എന്ന് പറയുന്ന വാക്ക് വന്നത് വാക്ക എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിന്റെ മീനിങ് കൗ എന്നാണ്. അതായത് ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് കൗ പോക്സ് അല്ലെങ്കിൽ ഗോ വസൂരി പിടിപെട്ടു. പക്ഷെ അദ്ദേഹം നോക്കിയപ്പോൾ കൗ പോക്സ് വന്നപ്പോൾ ആൾക്കാർക്കൊന്നും എന്ത് വന്നില്ല? സ്മോൾ പോക്സ് വന്നില്ല. അപ്പം അതിനെന്തോ ഒരു കാര്യം ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിൽ നിന്നാണ് നമ്മുടെ വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. സോ എന്താണ് വാക്സിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കൃത്രിമമായിട്ട് ഇമ്മ്യൂണൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് ആണ്. സോ വാക്സിൻസ് ആർ substances used for artificial immunization. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഇനി എന്താണ് ഈ ഇമ്മ്യൂണൈസേഷനിൽ ചെയ്യാം? ഒരു രോഗാണുവിന്റെ അറ്റാക്ക് നമ്മൾ നേരത്തെ മുന്നിൽ കണ്ട് നമ്മുടെ ബോഡിയിലുള്ള ഡിഫൻസ് സെൽസിനെ നമ്മൾ അലേർട്ട് ആക്കി നിർത്തുകയാണ്. ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് our immune cells in advance എക്സ്പെക്ടിങ് ദ അറ്റാക്ക് ഓഫ് പാത്തജൻ. രോഗാണു അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലേ, കോവിഡ് വരാൻ ചാൻസ് ഉണ്ടെന്ന് മുന്നിൽ കണ്ട് നമ്മൾ നേരത്തെ വാക്സിൻ എടുത്തു. അപ്പോൾ വാക്സിൻ എടുത്താൽ എങ്ങനെയാണ് നമുക്ക് നേരത്തെ റെഡി ആയിട്ടിരിക്കാൻ പറ്റുക? അതിന് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മോഡ് ഓഫ് ആക്ഷൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വാക്സിൻ്റെ അകത്ത് വാക്സിൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ആൻറ്റിജൻ ആയിട്ട് പ്രവർത്തിക്കും. ആൻറ്റിജൻ ആയിട്ട് പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആൻറ്റിജൻസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് എന്താവും? സ്റ്റിമുലേറ്റ് ആകും അല്ലേ? അവർ ആൻറ്റിബോഡീസ് ഉണ്ടാക്കും ഇവർക്കെതിരായിട്ടുള്ള. ഓക്കെ, സോ ഈ വാക്സിൻസ് ഒരു ആൻറ്റിജൻ ആയിട്ട് പ്രവർത്തിക്കും. ഈ ആൻറ്റിജൻസ് നമ്മുടെ ശരീരത്തിൽ ചെറിയ എമൗണ്ടിലേ നമ്മൾ വാക്സിനിലൂടെ ഇൻസേർട്ട് ചെയ്യുള്ളൂ. അപ്പം ഈ ആൻറ്റിജൻസിനെ കണ്ടാൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് സ്റ്റിമുലേറ്റ് ആയി ഇവർക്കെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കും, ഈ ആൻറ്റിജൻസിനെ നശിപ്പിക്കും. പക്ഷെ ആ ഉണ്ടായ ആൻറ്റിബോഡീസ് അവിടെ തന്നെ നിലനിന്ന് ഇനി ഒരു ഒറിജിനൽ അറ്റാക്ക് വരുന്ന സമയത്ത് ഇവരെ നശിപ്പിച്ചോളും. സോ ഇങ്ങനെ ഒരു ടേബിൾ മക്കളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ MMR എന്ന് പറയുന്ന വാക്സിനിൽ എന്താണുള്ളത്? അതായത് വാക്സിനിൽ മിസ് പറഞ്ഞു വാക്സിൻസ് ആൻറ്റിജൻസ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പോൾ വാക്സിനിലുള്ള ചില ഘടകങ്ങളാണ് ആൻറ്റിജൻസ് ആയിട്ട് പ്രവർത്തിക്കുക. ഫോർ എക്സാമ്പിൾ MMR വാക്സിനിൽ ആ ഒരു രോഗാണു, ഓക്കെ, ആ രോഗം ഉണ്ടാക്കുന്ന രോഗാണുവിൻ്റെ ന്യൂട്രലൈസ്ഡ് പാത്തജൻ ആണ് അതിനകത്ത് ഉണ്ടാവുക. ആ ന്യൂട്രലൈസ്ഡ് പാത്തജൻ ആണ് അവിടുത്തെ ആൻറ്റിജൻ. ഓക്കെ, ഇനി OPV ഓറൽ പോളിയോ വാക്സിൻ, പോളിയോയ്ക്ക് എതിരായിട്ട് എടുക്കുന്ന വാക്സിൻ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്? ഡെഡ് പാത്തജൻ. ഈ ഒരു പോളിയോ ഉണ്ടാക്കുന്ന വൈറസിന്റെ ഡെഡ് ആയിട്ടുള്ള പാത്തജൻ ആണ് അതിനകത്ത് ഉണ്ടാകുക. ഇറ്റ് വിൽ ആക്ട് ആസ് ആൻറ്റിജൻ. പിന്നെ നമ്മുടെ HPV വാക്സിൻ ആണെന്നുണ്ടെങ്കിലോ അതിനകത്ത് നമ്മുടെ പാത്തജന്റെ രോഗാണുവിന്റെ ശരീരഭാഗങ്ങളാണ് ഉണ്ടാവുക. ഇനി കോവിഡ് വാക്സിൻ്റെ അകത്താണെങ്കിലോ ആ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഉണ്ടാവുക. സോ ഓരോ അസുഖത്തിനും എന്താണ് അതിൻ്റെ അകത്തുള്ള ആൻറ്റിജൻ എന്ന് പഠിച്ചു വെക്കുക. ഈ ആൻറ്റിജൻസ് നമ്മുടെ ബോഡിയിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, ഇൻജെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അവരെ തിരിച്ചറിയുകയും അവർക്കെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കുകയും ചെയ്യും. ആ ആൻറ്റിബോഡീസ് കുറേ കാലം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും. പിന്നെ ആ ഒരു വൈറസോ അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിന് കാരണമായിട്ടുള്ള പാത്തജൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഈ ആൻറ്റിബോഡീസ് വെച്ച് അവരെ നശിപ്പിക്കും. സോ അതാണ് നമ്മുടെ വാക്സിനുകൾ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിൻ്റെ സെക്ഷൻ വരുന്നത്. ഇനിയാണ് മക്കളെ നമ്മുടെ അസുഖങ്ങൾ. സോ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ജനിതക തകരാറ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും
രോഗാണുക്കളൊക്കെ ആവുമ്പോൾ നമ്മുടെ ആ ഒരു ഹോമിയോസ്റ്റാസിസിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് ആണ് നമുക്ക് അസുഖത്തിന് കാരണം അല്ലേ. അപ്പോൾ ഈ അസുഖങ്ങൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനിതക രോഗങ്ങളും ഉണ്ട്, അക്വയർഡ് ഡിസീസസും ഉണ്ട്. അപ്പോൾ ഈ അക്വയർഡ് ഡിസീസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത കാലയളവിൽ നമുക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അതിൽ തന്നെ കമ്മ്യൂണിക്കബിളും ഉണ്ട്, നോൺ കമ്മ്യൂണിക്കബിളും ഉണ്ട്. അതായത് പകരുന്ന അസുഖങ്ങളും ഉണ്ട്, പകരാത്ത അസുഖങ്ങളും ഉണ്ട്. പകരുന്ന അസുഖങ്ങൾ മിക്കവാറും നമ്മുടെ രോഗാണുക്കളാണ് ഉണ്ടാക്കുന്നത്. വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, വേംസ്, വിരകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പകരാത്ത അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതശൈലി കൊണ്ട്, ജനിതക കാരണങ്ങൾ കൊണ്ട്, പിന്നെ എന്താണ് നമ്മുടെ തൊഴിൽപരമായ കാരണങ്ങൾ കൊണ്ടൊക്കെ അല്ലെങ്കിൽ പോഷകക്കുറവ് കൊണ്ടൊക്കെ വരുന്നതൊക്കെ പകരാത്ത അസുഖങ്ങളാണ്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ പകരുന്ന അസുഖങ്ങൾ നോക്കാം. അപ്പോൾ ഈ അസുഖങ്ങൾ എങ്ങനെയൊക്കെ പകരും എന്നുള്ളൊരു ഒരു ഡയഗ്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അസുഖങ്ങൾ പകരാൻ ചാൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ആളാണ് ബാക്ടീരിയ. അപ്പം ബാക്ടീരിയയുടെ ഒരു മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ അവർ ചില ടോക്സിൻസ് അങ്ങോട്ട് ഉണ്ടാക്കും. ആ ടോക്സിൻസ് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ നശിപ്പിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അവർ ചില എൻസൈമുകൾ ഉണ്ടാക്കും. അത് നമ്മുടെ സെൽസിന്റെ സെൽ മെംബ്രെയിനെ ഡിസ്റപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുക. നമുക്ക് ബാക്ടീരിയയുടെ 2 അസുഖങ്ങളാണ്, ഒന്ന് ട്യൂബർക്കുലോസിസും ഒന്ന് ലെപ്റ്റോസ്പൈറോസിസും. അതിൽ ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ നോക്കി വെക്കാൻ നമുക്ക് തുടർച്ചയായ ചുമയുണ്ടാകും, പനി ഉണ്ടാകും, വിശപ്പ് ഉണ്ടാവില്ല, ശരീരഭാരം കുറയുക, ക്ഷീണം, ഇതൊക്കെയാണ് ലക്ഷണം. ഇതെങ്ങനെയാണ് പകരുക, ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ആണ് എയറിലൂടെയാണ് മറ്റൊരാളിലേക്ക് എത്തുക. ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ BCG വാക്സിൻ ഉണ്ട്. പിന്നെ ഡോട്ട് എന്ന് പറയുന്ന ഒത്തിരി ദീർഘകാലത്തേക്ക് പലതരത്തിലുള്ള ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇത് ഏതൊക്കെ ഭാഗങ്ങളെയാണ് ബാധിക്കുക, ലങ്സിനെ മെയിൻ ആയിട്ട്, പിന്നെ കിഡ്നി, ബ്രെയിന്, നമ്മുടെ ബോൺസിനൊക്കെ ബാധിക്കും. ഓക്കെ, ദെൻ കംസ് നമ്മുടെ ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി. അപ്പോൾ എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ. അതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഫീവറാണ്, പിന്നെ തലവേദന, കണ്ണിൽ ചുവപ്പ് നിറം, പിന്നെ നമുക്ക് മസിൽ പെയിൻ, പേശി വേദനയൊക്കെ ഉണ്ടാകും. എങ്ങനെയാണ് ട്രാൻസ്മിഷൻ? ഈ ഒരു ബാക്ടീരിയ പകരുന്നത് നമ്മുടെ എലിയുടെ മൂത്രത്തിലൂടെയാണ്. എലി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിച്ചു എന്ന് കരുതുക. നമ്മുടെ കാലിൽ മുറിവുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ ചവിട്ടിയാൽ നമ്മുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയ കയറും. അല്ലെങ്കിൽ ആ വെള്ളം നമ്മൾ കൈകൊണ്ട് തൊട്ടു എന്ന് കരുതാം, എങ്ങനെയെങ്കിലും അത് വെച്ചിട്ട് നമ്മൾ കണ്ണിലോ മൂക്കിലോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തും. ഓക്കെ, ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആന്റിബയോട്ടിക്സ് എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കിഡ്നി, ലിവർ, ലങ്സിനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ അസുഖം ബാധിക്കാറുണ്ട്. മെയിൻ ആയിട്ട് ഇവരുടെ ലക്ഷണങ്ങളും ഇത് ആരാണ് ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ വൈറസിന്റെ അസുഖങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കോമൺ ആയിട്ട് അറിയാം. ഈ വൈറസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ വൈറസിന് ഒരു കോശം അല്ലെങ്കിൽ ഒരു സെല്ലില്ല. ആകെയുള്ളത് ഒരു പ്രോട്ടീൻ കൂട്ടി, ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ്. അതിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു അസുഖമാണ് എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പോൾ ഇത് നമ്മളെ ബാധിക്കുന്നത്, നമുക്ക് ഉണ്ടാക്കുന്ന വൈറസ് ആണ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ ഇത് എന്താന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്തായാലും പഠിക്കുക മക്കളെ. എങ്ങനെയാണ് ഈ അസുഖം പകരുക? അസുഖമുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരാം. അതേപോലെ തന്നെ നമ്മുടെ നീഡിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ വരാം. ഒരു അസുഖമുള്ള ആൾ ഉപയോഗിച്ച് നീഡിൽസ് ഷെയർ ചെയ്യുമ്പം, അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് ഓർഗൻസോ ബ്ലഡോ ഡൊണേഷനിലൂടെ വരാം. അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അസുഖമുള്ള ആളുടെ കൂടെയുള്ള സെക്ഷൽ കോൺടാക്റ്റിലൂടെ വരാം. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ബാധിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ T ലിംഫോസൈറ്റുകളെയാണ് ബാധിക്കുക. T ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുകയാണ് ഈ വൈറസ് ചെയ്യുക. അപ്പോൾ T ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നത് വഴി നമുക്ക് എന്താണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് വഴി നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരികയാണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ കറന്റ് നമുക്ക് മെഡിസിൻ ഒന്നുമില്ല. നമുക്ക് ആന്റി റിട്രോവൈറൽ തെറാപ്പി വഴി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വഴി നമ്മുടെ ഉള്ള ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യാൻ നമുക്ക് പിടിച്ചു നിർത്താം. എങ്ങനെ? ഈ വൈറസിന്റെ മൾട്ടിപ്ലിക്കേഷൻ തടഞ്ഞിട്ട്. അല്ലാതെ നമുക്കൊരു പെർമനന്റ് ക്യൂർ ഇതിനില്ല. ഓക്കെ, ഇതിന്റെ മെഡിസിന് വേണ്ടിയിട്ടുള്ള ട്രൈ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ജീൻ തെറാപ്പി വഴിയോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള വാക്സിനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വരെ സക്സസ്ഫുൾ ആയിട്ടില്ല. ദെൻ കംസ് നിപ്പ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന നിപ്പ വൈറസ് ആണ്. ഇതിന്റെ ലക്ഷണങ്ങൾ ഫീവർ, ഹെഡേക്ക്, മസ്കുലാർ പെയിൻ, വോമിറ്റിംഗ്, ചുമ, ഇതൊക്കെയാണ് ഇതിൻ്റെ അസുഖങ്ങൾ. ഇത് അഡ്വാൻസ്ഡ് ആകുമ്പം, അതായത് ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഡിസോറിയൻറ്റേഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ എന്താണ്, എപ്പിലെപ്സി, അപസ്മാരം ഉണ്ടാകും. പിന്നെ എന്താണ്, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ വരും. ഇതെങ്ങനെയാണ് പകരുക? വവ്വാലിലൂടെയാണ് മെയിനായിട്ട് ഈ വൈറസ് പുറത്തു വരുന്നത്. അപ്പോൾ വവ്വാല് കഴിച്ച ഫ്രൂട്ട് നമ്മൾ കഴിച്ചാൽ വവ്വാലിൻ്റെ മൂത്രം, അതായത് യൂറിൻ അല്ലെ സലൈവ ആയിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വന്നാൽ നമുക്ക് കിട്ടും. ഇനി ഇതേ സെയിം വഴിയായിട്ട് പന്നിക്ക് അസുഖം കിട്ടും. പന്നി ഇറച്ചി നമ്മൾ കഴിച്ചാൽ നമുക്കും കിട്ടും. ഈ രീതിയിലാണ് പകരുക. ദെൻ കംസ് ഫംഗൽ ഡിസീസ്. നമുക്ക് രണ്ടേ അസുഖങ്ങളെ പഠിക്കാനുള്ളൂ. ഇത് മെയിൻ ആയിട്ട് എന്താണ് ചെയ്യാന്ന് വെച്ചാൽ ചില ടോക്സിൻസ് ഉണ്ടാക്കുക. മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിനെയും നെയിൽസിനൊക്കെയാണ് ബാധിക്കുക. അതിലൊരു അസുഖമാണ് റിംഗ് വോം അല്ലെങ്കിൽ വട്ടച്ചൊറി, മറ്റേതാണ് കാൻഡിഡിയാസിസ്. അപ്പോൾ ഇതെന്താണ്, മെയിൻ ആയിട്ട് ടച്ചിലൂടെ ആണ് ഇത് പകരുക. 2 അസുഖങ്ങളും ടച്ചിലൂടെ പകരും. അതേപോലെ തന്നെ ഇതെന്താണ്, കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വന്നാൽ, കണ്ടാമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള സാധനങ്ങൾ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്കും കിട്ടും. പിന്നെ എന്താണ്,
എന്താണ് ഈ കാൻഡിഡിയാസിന്റെ കാര്യത്തിൽ ക്ലോത്ത്സ് ഒക്കെ അസുഖമുള്ള ആൾ ഉപയോഗിച്ച ക്ലോത്ത്സ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെയും സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയും കാൻഡിഡിയാസിസ് പകരും. ഇനി വട്ടച്ചൊറിയുടെ ലക്ഷണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സർക്കുലാർ ഷേപ്പിലുള്ള റെഡ് റൗണ്ട് ബ്ലിസ്റ്റേഴ്സ് ആയിട്ടാണ് നമുക്കിത് കാണാം. ഇച്ചിങ് ചൊറിച്ചിലുണ്ടാക്കും. ആൻഡ് കാൻഡിഡിയാസിന്റെ കാര്യത്തിലാണെങ്കിൽ വായയിൽ ഇതേ വൈറ്റ് പാച്ച് ഉണ്ടാകും. അതുകൂടാതെ എന്താണ് ബാധിച്ചെടുത്ത് ചുവന്ന ചൊറിച്ചിലുണ്ടാക്കുന്ന പാടുകൾ, നിറം മങ്ങിയുള്ള കട്ടിയുള്ള നഖങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ നമ്മുടെ പ്രോട്ടോസോവ 2 അസുഖങ്ങളാണ്. ഒന്ന് അമീബിക് എൻസെഫലൈറ്റിസ്, അതേപോലെ തന്നെ മലേറിയ. അതിൽ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോസോവ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെയാണ് ഇൻഫെക്ട് ചെയ്യാം. ഓക്കെ, ഇവരെന്ത് ചെയ്യും? റിലീസ് ഹാംഫുൾ സബ്സ്റ്റൻസസ് ദാറ്റ് എഫക്ട് ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. ഇവർ റിലീസ് ചെയ്യുന്ന ഹാംഫുൾ സബ്സ്റ്റൻസസ് നമ്മളുടെ എന്താണ് നമ്മുടെ ശരീരത്തിലെ ശാരീരിക പ്രവർത്തനങ്ങൾ എന്താണ് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക. സോ യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്സ് ആണ്. പക്ഷേ ഇവർ എടുത്തു പറയാൻ കാരണം പ്രോട്ടോസോവ നിങ്ങൾക്ക് മുന്നേ പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. സം പ്രോട്ടോസോവ ഇൻഫെക്ട് റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണുക്കളെയാണ്. ദേ മൾട്ടിപ്ലൈ ഇൻസൈഡ് ദം, റെഡ് ബ്ലഡ് സെൽസിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ നശിപ്പിക്കും. സം അതേഴ്സ് റിലീസ് ഹാംഫുൾ സബ്സ്റ്റൻസസ്, അത് നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ ബാധിക്കും. അതിൽ മലേറിയനെ പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, പ്ലാസ്മോഡിയമാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. പരത്തുന്ന കൊതുകാണ് നമ്മളെ അനോഫിലസ് മൊസ്കിറ്റോ. ഈ അനോഫിലസ് മൊസ്കിറ്റോ ആദ്യം നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ ചുവന്ന രക്താണുക്കൾ RBCയിൽ വരും. അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അത് ലിവറിലേക്ക്, ആദ്യം നമ്മുടെ ലിവറിലേക്ക് പോകും. ആദ്യം ലിവറിലാണ് ഇൻഫെക്ട് ചെയ്യുക. ലിവറിൽ ഇൻഫെക്ട് ചെയ്ത് അവരവിടെ വളർന്നതിന് ശേഷം നേരെ നമ്മുടെ RBC അല്ലെ റെഡ് ബ്ലഡ് സെൽസിലേക്ക് പോകും. അവസാനം എന്ത് ചെയ്യും? നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെ നശിപ്പിക്കും. ലക്ഷണങ്ങൾ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള ഇടവിട്ടുള്ള പനി ഉണ്ടാവും, കുളിര് എന്ന് പറയില്ലേ, ചിൽസ് ഉണ്ടാകും, വിറയൽ ഉണ്ടാവും, ഷിവറിങ് ഉണ്ടാവും, പിന്നെ ഹെഡേക്ക്, വൊമിറ്റിംഗ്, ഡയറിയ, അനീമിയ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ട്രീറ്റ്മെൻറ്റ് ആൻറ്റി മലേറിയൽ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, സോ പ്ലാസ്മോഡിയം സിംറ്റംസ്, അനോഫിലസ് പെൺകൊതുകുകൾ, ഇത് പ്രത്യേകം നോക്കുക, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻറ്റി മലേറിയൽ മരുന്നുകളാണ് ഉപയോഗിക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് അമീബിക് എൻസെഫലൈറ്റിസ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു അസുഖമാണ് അമീബിക് എൻസെഫലൈറ്റിസ്. അതെന്താണെന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഈ ഒരു നമ്മുടെ അമീബ, നെഗ്ലേരിയ ഫൗലേരിയ എന്ന് പറയുന്ന അമീബ ഉണ്ടാവാം. ഇത് നമ്മൾ മുഖം കഴുകുമ്പോഴോ കുടിക്കുമ്പോഴോ കുളിക്കുമ്പോഴൊക്കെ ആയിട്ട് എന്താണ് നമ്മുടെ ചെവിയിലൂടെ മൂക്കിലൂടെ കയറിയിട്ട് നമ്മുടെ ബ്രെയിനിനെയാണ് ഇത് ഇൻഫെക്ട് ചെയ്യുക. ഓക്കെ, ദാ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇവരുണ്ടാവാം. ഇത് മെയിനായിട്ട് ഇൻഫെക്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിനെയാണ്. സോ അങ്ങനത്തെ വെള്ളത്തിലൊന്നും പോയി കളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാനുള്ള മെയിനായിട്ടുള്ള ചെയ്യേണ്ടത്. ഇനി ഡിസീസ് ബൈ വേംസിൽ 2 അസുഖങ്ങളാണ്. ഒന്ന് വിരശല്യം, അത് നമുക്ക് പിൻവേം, കൃമിയും അതുപോലെ റൗണ്ട് വേമും ഉണ്ടാക്കുന്നുണ്ട്. ഈ നഖം കടയ്ക്കുന്ന ഹാബിറ്റിലൂടെയാണ് നമുക്ക് മെയിനായിട്ട് ഇത് വരിക. പിന്നെ കൈ കഴുകാതെയൊക്കെ ഭക്ഷണം കഴിച്ചാൽ, കാരണം ഇത് സോയിലൊക്കെ ഉണ്ടാകും ഈ സാധനം, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടറിലൊക്കെ ഈ വിരകൾ ഉണ്ടാവും. സോ അത് നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകും, നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാകും, ടയേർഡ്നെസ് ഉണ്ടാകും, ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, അതുപോലെ വിശപ്പില്ലായ്മ, വെയിറ്റ് ലോസ്, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. ഇതിന് ആൽബൻഡസോൾ എന്ന് പറയുന്ന മെഡിസിനാണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ ഫൈലേറിയാസിസ്, ഫൈലേറിയൽ വിരകളാണ് ഇത് പരത്തുക. ഇത് കൊതുകിലൂടെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരിക. ആ കൊതുകാണ് ക്യുലെക്സ് മൊസ്കിറ്റോ. അപ്പോൾ ക്യുലെക്സ് മൊസ്കിറ്റോ നമ്മളെ കടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൽ ഫൈലേറിയൽ വിരകളുടെ ലാർവ എത്തും. ആ ലാർവ നമ്മുടെ ബ്ലഡിലൂടെയൊക്കെ പോയി വളർന്ന് അവസാനം ലിംഫാറ്റിക് വെസലിൽ എത്തിയാൽ, ലിംഫ് വാഹികളിലെത്തി അവിടെ തങ്ങിക്കിടക്കും. പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്യൂല. അപ്പോൾ അവരവിടെ തങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ലിംഫാറ്റിക് വെസൽ ബ്ലോക്ക് ആവും. അപ്പം ലിംഫിന് ഒഴുകാൻ പറ്റൂല. അപ്പം ലിംഫാറ്റിക് വെസൽ ഇങ്ങനെ വീർത്ത് വരും. അങ്ങനെ ലിംഫാറ്റിക് വെസൽ വീർത്ത് വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, മന്ദരോഗം അല്ലെ ഫൈലേറിയാസിസ് എന്ന് പറയുന്നത്. പരത്തുന്നത് നമ്മുടെ ഫീമെയിൽ ക്യുലെക്സ് മൊസ്കിറ്റോകളാണ്. കണ്ടോ, ലിംഫ് വാഹികളിൽ എത്തിക്കഴിഞ്ഞാൽ അവരവിടെ തങ്ങി നിന്ന് പിന്നെ എന്താണ്, ലിംഫിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തും. അപ്പോൾ ഈ കൊതുക് കാരണങ്ങളിൽ അസുഖം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, മൊസ്കിറ്റോ കൺട്രോൾ ചെയ്യണം. മൊസ്കിറ്റോയുടെ ബ്രീഡിംഗ് ഗ്രൗണ്ട്, കെട്ടിക്കിടക്കുന്ന വെള്ളമുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അതേപോലെ തന്നെ വീടുകളിലൊക്കെ നെറ്റൊക്കെ ഉപയോഗിക്കാം. ദെൻ കംസ് ക്യാൻസർ. ഇത് അങ്ങനെ പകരുന്ന ഒരു അസുഖമല്ല. ക്യാൻസർ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സെൽ ഡിവിഷൻ ഒരു കൺട്രോൾഡ് പ്രോസസ്സാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഈ കൺട്രോൾ മെക്കാനിസം ഫെയിൽ ആയി കഴിഞ്ഞാൽ സെൽസ് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അവരെന്താവും, കൺട്രോൾ മെഷീൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ നോർമൽ സെൽ ക്യാൻസർ സെല്ലാവും. അപ്പോൾ അവർ അൺകൺട്രോൾഡ് ആയിട്ടും അബ്നോർമൽ ആയിട്ടും അനിയന്ത്രിതമായിട്ടും പിന്നെ എന്താണ് അസാധാരണമായിട്ടും വിഭജിക്കും. അങ്ങനെ കോശങ്ങൾ വിഭജിച്ച് ഒരു എണ്ണത്തിൽ കൂടുതലാവുമ്പോൾ അവർ നമ്മുടെ ബ്ലഡിലും ലിംഫിലൂടെയും മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവും. ഈ അവസ്ഥയാണ് ക്യാൻസർ. ക്യാൻസറിനുള്ള കാരണങ്ങൾ ജനിതക മാറ്റങ്ങളാവാം, എൻവയോൺമെന്റൽ പരിസ്ഥിതിക കാരണങ്ങളാകാം, വൈറൽ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ആവാം. പല കാരണങ്ങൾ
കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട്. സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഇതൊക്കെ നമുക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാം. ദെൻ നമ്മുടെ പകരാത്ത മറ്റ് അസുഖങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ, നമ്മൾ ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ ഒക്കെ, പിന്നെ തൊഴിൽപരമായിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അനീമിയ, നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് അനീമിയ ഉണ്ടാകുന്നത്. ഇതൊന്നും തന്നെ എന്ത് ചെയ്യാണ്? പകരാത്ത അസുഖങ്ങളാണ്. ഇനി നമ്മുടെ പാരമ്പര്യ രോഗങ്ങൾ, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങളിൽ ഒന്നാണ് ഇത് മിക്കവാറും ഉണ്ടാകുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നത് നമ്മുടെ ജീൻസ് ആണ്. അപ്പോൾ ജീൻ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഈ ഹെറിഡിറ്ററി ഡിസീസസ് ഉണ്ടാകുന്നത്. അതിൽ മെയിനാണ് സിക്കിൾ സെൽ അനീമിയ. അതായത് നമ്മുടെ സാധാരണ നമ്മുടെ RBC എന്താണ്? ഇങ്ങനെ ഒരു ഡിസ്ക് ഷേപ്പാണ്. അപ്പോൾ ഈ RBCക്ക് ഈ ഷേപ്പ് കിട്ടാനുള്ള ഒരു കാരണം നമ്മുടെ ഹീമോഗ്ലോബിൻ ആണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്ന ആ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട ജീൻ ഡിഫക്റ്റീവായി, ആ ജീൻ തകരാറിലായപ്പോൾ എന്താണ്? നമ്മുടെ RBCൻ്റെ ഷേപ്പ് മാറുകയാണ്, സിക്കിൾ ഷേപ്പ് ആവുകയാണ്. അപ്പോൾ ഈ സിക്കിൾ ഷേപ്ഡ് റെഡ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യും? അവരുടെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. കാരണം 4 ഓക്സിജനെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പിന്നെ 2 പറ്റുള്ളൂ. പിന്നെ സിക്കിൾ ഷേപ്ഡ് RBC നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിലെല്ലാം തങ്ങി നിന്ന് നമ്മുടെ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവും. ഇതാണ് എന്തുണ്ടാവുക? ഒരു ഇൻഫെക്ഷൻ സംഭവിച്ച ആൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. പിന്നെയാണ് ഹീമോഫീലിയ. അതായത് നമുക്കറിയാം നമ്മുടെ രക്തം സാധാരണ നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രക്തം കട്ട പിടിക്കും. പക്ഷേ ഇവിടെ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. ഇതിന് കാരണം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനിൽ ഡിഫക്റ്റായി. അപ്പോൾ എന്ത് ചെയ്യും? ചെറിയ മുറിവിൽ നിന്ന് പോലും ധാരാളമായിട്ട് ബ്ലഡ് നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, സോ ഇവിടെ എക്വയർഡ് ഡിസീസസും ഹെറിഡിറ്ററി ഡിസീസസ് ഒക്കെ വെച്ചിട്ടുണ്ട്, പകരുന്നതും പകരാത്തതും. ഓക്കെ, പിന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിൽ വരുമ്പോൾ നമുക്ക് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പണ്ട് കാലം മുതലേ വന്നിട്ടുള്ളതാണ്. നമ്മുടെ ചരകയാണ് നമ്മുടെ ആയുർവേദയുടെ ഫാദർ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിസിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഡയറ്റിൻ്റെ റെഗുലേഷനിൽ കൂടെ ഇതെല്ലാം കൂടെ കൊണ്ടുപോകുമ്പോൾ, അതായത് മൊത്തത്തിലുള്ള ഒരു ബാലൻസിലൂടെ മാത്രമേ നമുക്ക് അസുഖം ഉണ്ടാവാതിരിക്കൂ. അപ്പോൾ അതെല്ലാം കൂടെ കൺട്രോൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഡയറ്റ് വരും, ഹെർബൽ മെഡിസിൻസ് വരും, എക്സസൈസ്, യോഗ പോലത്തെ കാര്യങ്ങൾ വരും. ദെൻ ഹോമിയോപ്പത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ സാമുവൽ ഹനിമാനാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ യൂസ് ചെയ്യുന്നത് diluted dose of natural substance that cause symptoms in a healthy person to prevent disease. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആരോഗ്യമുള്ള ഒരാളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതി ദ്രവ്യങ്ങളുടെ നേർത്ത ഫോമിലുള്ള സാധനങ്ങളാണ് നമ്മൾ മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നത്. മോഡേൺ മെഡിസിൻ കൊണ്ടുവന്ന നമ്മുടെ ഹിപ്പോക്രേറ്റസ് ആണ്. പണ്ടുണ്ടായിരുന്ന കുറേ മിഥ്യാധാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വരാൻ പറ്റിയത് ഈ മോഡേൺ മെഡിസിനിലൂടെയാണ്. അപ്പോൾ ഇവിടെ മോഡേൺ മെഡിസിൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം ഡയഗ്നോസ് ചെയ്യും, രോഗം നിർണ്ണയിക്കും പല രീതിയിൽ. ലാബ് ടെസ്റ്റ് ഉണ്ട്, ബോഡി ചെക്കപ്പ് ഉണ്ട്, നമ്മൾ സിംറ്റംസ് ഒക്കെ നോക്കും. അങ്ങനെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒന്നുകിൽ മെഡിസിൻ കഴിച്ചു മാറാൻ പറ്റുന്ന അങ്ങനെ ചെയ്യും, സർജറി വഴി മാറ്റാൻ പറ്റുന്ന അങ്ങനെ ചെയ്യും, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടത് അങ്ങനെ ചെയ്യും. ഇനി ക്യാൻസർ പോലത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റേഡിയേഷൻ തെറാപ്പി ഒക്കെ ചെയ്യണം. സോ ഇതൊക്കെ നമുക്ക് എന്താണ്? നമ്മുടെ മോഡേൺ മെഡിസിനിലുള്ള ഉപകരണങ്ങളാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ തന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് നോക്കാം ഓരോന്നും എന്താണെന്നുള്ളത്. കാരണം ചിലപ്പോൾ പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതേപോലെ ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചോദിക്കും. പിന്നെ നമുക്കിതേ ഓരോ ബ്രാഞ്ചസ് ഓഫ് ബയോളജി ഉണ്ട്. ഓരോ ബ്രാഞ്ചസ് എന്തിനാണ്? ഓരോ പ്രത്യേകം കാര്യങ്ങൾ. കാർഡിയോളജി ആണെങ്കിൽ ഹാർട്ട്, പീഡിയാട്രിക്സ് ആണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഗൈനക്കോളജി ആണെങ്കിൽ ലേഡീസും ഡെലിവറി ഒക്കെ ആയിട്ട് റിലേറ്റഡ്, യൂറോളജി ആണെങ്കിൽ നമ്മുടെ യൂറിൻ റിലേറ്റഡ്, അതായത് കിഡ്നി റിലേറ്റഡ് പ്രശ്നങ്ങൾ, നെഫ്രോൺ ആണെങ്കിൽ കിഡ്നി റിലേറ്റഡ് പ്രശ്നങ്ങൾ, ന്യൂറോളജി ആണെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം, ENT ആണെങ്കിൽ ഇയർ, നോസ്, ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം. ആൻഡ് ഇവിടെയാണ് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് വരുന്നത്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ടീരിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് ആൻറ്റിബയോട്ടിക്സ്. ഇത് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ബാക്ടീരിയയിൽ നിന്നോ ഫംഗസിൽ നിന്നോ എല്ലാ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാതെ എടുക്കാൻ വേണ്ടി പറ്റും? ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഉപയോഗിച്ച് നമുക്ക് ബാക്ടീരിയനെ മാത്രമേ നശിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം മക്കളെ. കാരണം അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ശരീരത്തിലെ യൂസ്ഫുൾ ബാക്ടീരിയ നശിപ്പിക്കും, നമ്മുടെ വൈറ്റമിൻ ക്വാണ്ടിറ്റി കുറയും. മെയിനായിട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകും. നമ്മുടെ ഈ പാത്തോജൻ ആൻറ്റിബയോട്ടിക്കിനെതിരായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ നമുക്ക് അമിതമായിട്ടുള്ള അൺസയൻറ്റിഫിക് ആയിട്ടുള്ള യൂസ്, ഡയേറിയ, വോമിറ്റിംഗ്, സ്റ്റൊമക് പെയിൻ, അലർജി പോലത്തെ പ്രശ്നങ്ങളും പിന്നെ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിവറും കിഡ്നിയും ഒക്കെ അടിച്ചു പോകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, സോ അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ബാക്കിയുള്ള പാത്തോജൻസിനെതിരെ നമ്മൾ എന്താണ് ചെയ്യുക? ഇപ്പോൾ വൈറസിനെതിരായിട്ട് ആൻറ്റിവൈറൽ മെഡിസിൻ, ഫംഗസിനെതിരായിട്ട് ആൻറ്റി ഫംഗൽ മെഡിസിൻ, പിന്നെ നമ്മുടെ വേംസിനെതിരായിട്ട് ആൻറ്റി ഹെൽമിൻത്ത് മെഡിസിൻ, അതായത് വിരകൾക്കെതിരായിട്ട്. ആൻറ്റി പൈററ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പനി കുറയാൻ, ശരീര താപനില കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആൻറ്റി പൈററ്റിക് മെഡിസിൻസ്. പിന്നെ നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല.
18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരായിരിക്കണം. സാംക്രമിക രോഗങ്ങളുള്ളവർ ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. മുലയൂട്ടുന്ന അമ്മമാരും പ്രഗ്നന്റ് മദേഴ്സും ചെയ്യാൻ വേണ്ടി പാടില്ല. 3 മാസത്തിൽ ഒരിക്കൽ മാത്രമേ നമ്മളിത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ ബോഡി വെയിറ്റ് ഏകദേശം ഒരു 50 kg ഉണ്ടാവണം. ഈ പറയുന്ന അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കണം. ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു 12.5 gram per deciliter ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മെൻസ്ട്രേഷൻ്റെ സമയത്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, രക്തദാനം ചെയ്യാൻ. ഇത് ഒരു തവണ കഴിഞ്ഞ വർഷം ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ് എന്നുള്ളത് അത് നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെയാണ് നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. നമ്മുടെ സമ്മതത്തോട് കൂടിയിട്ട് നമ്മൾ ഒരാൾ മറ്റൊരാൾക്ക് രക്തം കൊടുക്കുന്നതിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുക. അങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് നമുക്കറിയാം എ ബി ഒ ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണത് തീരുമാനിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ആൻറ്റിജൻ പ്രസൻറ്റ് ഇൻ ദ RBC. എ ആൻറ്റിജൻ ആണെങ്കിൽ എ ബ്ലഡ് ഗ്രൂപ്പ്, ബി ആൻറ്റിജൻ ആണെങ്കിൽ ബി ബ്ലഡ് ഗ്രൂപ്പ്, 2 ആൻറ്റിജൻസ് ഉണ്ടെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ്, നോ ആൻറ്റിജൻസ് ആണെങ്കിൽ 0 O ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ആൻറ്റിജൻ ഏതാണോ ഓപ്പോസിറ്റ് ആൻറ്റിബോഡി. ഇവിടെ A ആണെങ്കിൽ B ആൻറ്റിബോഡി, B ആണെങ്കിൽ A ആൻറ്റിബോഡി, 2 ആൻറ്റിജൻസ് ഉള്ളതുകൊണ്ട് നോ ആൻറ്റിബോഡി, ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2 ആൻറ്റിബോഡി. പിന്നെയുള്ളൊരു ആൻറ്റിജൻ ആണ് RH ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിജൻ D. ഇത് റീസസ് എന്ന് പറയുന്ന മങ്കിയിലാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് RH എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ പോസിറ്റീവ്, ഇല്ലെങ്കിൽ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. അങ്ങനെയാണ്. ഇനി നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ ആൻറ്റിജനും റിസീവ് ചെയ്യുന്ന ആളുടെ ആൻറ്റിബോഡിയും. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ നാച്ചുറലി ഇല്ലാത്ത ഒരു ആൻറ്റിജനാണ് നമ്മൾ ഡോണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻറ്ററാക്ഷൻ നടന്ന് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ബ്ലഡ് വാങ്ങിക്കുന്ന സമയത്ത് എന്ത് നോക്കണം, എൻ്റെ ശരീരത്തിൽ നാച്ചുറലി ഉള്ള ആൻറ്റിജൻ തന്നെയാണോ ഞാൻ വാങ്ങിക്കുന്നത് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. ഇനി നമ്മുടെ ലാസ്റ്റ് അനിമൽ ആൻഡ് പ്ലാന്റ് ഡിസീസസ്. അതിൽ അനിമൽ ഡിസീസസ് നിങ്ങൾക്ക് ആകെ ഒരു ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, നമ്മുടെ വൈറസ് ഉണ്ടാക്കുന്നതാണ് പശുക്കളിൽ. പിന്നെ ആന്ത്രാക്സ് ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് പശുക്കളിൽ. പിന്നെ നമ്മുടെ മാസ്റ്റൈറ്റിസ് അകിട് വീക്കം, ഇതും ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്. ദെൻ റാനിക്കറ്റ് ഡിസീസ് അല്ലെങ്കിൽ കോഴി വസന്ത വൈറസ് ഉണ്ടാക്കുന്നതാണ് കോഴിയിലും താറാവിലൊക്കെ. ദെൻ പ്ലാന്റ് ഡിസീസസ് ആണ് നിങ്ങൾക്ക് കുറച്ച് അധികം ഉള്ളത് മക്കളെ. അതിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന 2 അസുഖങ്ങൾ, ഒന്ന് വിൽട്ട് ഓഫ് ബ്രിഞ്ചോളും ബ്ലൈറ്റ് ഓഫ് പാഡിയും. അപ്പോൾ ഇതിൽ വിൽട്ട് ഓഫ് ബ്രിഞ്ചോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലകൾ ഇങ്ങനെ വാടി പോകുന്നു, പിന്നെ ഗ്രാജുവലി എന്താണ് ലീഫ് മഞ്ഞ കളറാകും, ഗ്രോത്ത് ഒക്കെ കുറയും, ബ്രാഞ്ചസ് ഒക്കെ പൊഴിഞ്ഞു പോകും. ബ്ലൈറ്റ് ഡിസീസ് എന്ന് പറയുമ്പോൾ റൗണ്ട് യെല്ലോ സ്പോട്ട്സ് ആണ്, നെല്ലിലാണ് ഉണ്ടാവുക. ദെൻ വൈറസിൻ്റെ ബഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്ന് പറയുമ്പോൾ ബനാനയുടെ നീളമൊക്കെ കുറഞ്ഞ് ഇലകളൊന്നും സ്പ്രെഡ് ആവാതെ നടുവിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ്. അങ്ങനെ അവരുടെ വളർച്ച സ്റ്റണ്ടഡ് ആവുന്നതാണ്. ലീവ്സ് ബിക്കം ഷോർട്ട്, നാരോ ആൻഡ് സ്റ്റാൻഡ് അപ്രൈറ്റ്. ഇങ്ങനെ നിൽക്കുന്നതിന് പകരം ബനാന ലീവ്സ് ഇങ്ങനെ നിൽക്കും, ഗ്രോത്ത് നിന്ന് പോകും. മൊസൈക്ക് ഡിസീസ് എന്ന് പറയുമ്പം ഇലകളിൽ ഒരു മൊസൈക്ക് പാറ്റേൺ, സാധാരണ ഫുൾ ഗ്രീൻ ലീവ്സിന് പകരം ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ കുത്തുകളൊക്കെ ഉണ്ടാവും, ഇലകളൊക്കെ ഇങ്ങനെ വളഞ്ഞു വരാൻ വേണ്ടി തുടങ്ങും, അങ്ങനെ ഗ്രോത്ത് നിന്ന് പോകുന്നതാണ്. ഇനീഷ്യലി ലൈറ്റ് യെല്ലോ കളേർഡ് പാച്ചസ് ഫോം ചെയ്യും, പിന്നെ ഗ്രാജുവലി അത് വൈറ്റ് ആകും, അങ്ങനെ വളർച്ച നിൽക്കും. ടാപ്പിയോക്കയിലാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ബഡ് റൂട്ട് ഓഫ് കോക്കനട്ടിന്റെ കൂമ്പ് ചീയൽ എന്ന് പറയും. അതായത് ടെൻഡർ കോക്കനട്ട് ലീവ്സ് എല്ലാം എന്താകും, യെല്ലോ കളർ ലീവ്സ് ആകും. ആൻഡ് ക്രൗൺ ഓഫ് കോക്കനട്ട്, അതായത് അതിന്റെ കൂമ്പ് എന്ന് പറയുന്ന മുകളിലുള്ള ഭാഗമില്ലേ, അത് ചീഞ്ഞ് ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. ക്വിക്ക് വിൽട്ട് എന്ന് പറഞ്ഞാൽ പെപ്പറിലാണ്, ഫംഗസ് കാരണം ഉണ്ടാകുന്നതാണ്, പെട്ടെന്ന് വാടിപ്പോവുക. ഓക്കെ, വെറ്റ് മാർക്സ് ഓൺ ദ ലീവ്സ് ഓഫ് ദ ലീവ്സ് ആൻഡ് സ്റ്റെം. ആൻഡ് ലീവ്സ് എന്ത് ചെയ്യുന്നു, ഫോൾ ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ വാടിപ്പോകുന്നു. സോ ഈ അസുഖങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ സസ്യങ്ങളിലെ പ്രതിരോധ മക്കളെ നമുക്ക് എന്തൊക്കെയുണ്ട്, സെൽ വാൾ ഉണ്ട്, അതേപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് ആരുണ്ടാക്കും, നമ്മളൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പാത്തോജൻസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് തന്നെ ഉണ്ടാക്കും. പിന്നെ ചില എൻസൈംസ് ഉണ്ടാക്കും, എന്തിനു വേണ്ടിയിട്ട്, പാത്തോജൻസിനെ കില്ല് ചെയ്യാനും. ഇൻഫെക്റ്റഡ് ഏരിയ സ്പ്രെഡ് ആവാതിരിക്കാൻ ഓട്ടോലൈസിസ് നടത്തും. പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ഭാഗങ്ങളിലേക്ക് സിഗ്നൽസ് കൊടുക്കും. അതേപോലെ തന്നെ സെല്ലിൻ്റെ ഉള്ളിലേക്ക്, അഥവാ സെൽ വാൾ ആരെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ ഒരു കാലോസ് എന്ന് പറയുന്ന ലെയർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഡിഫൻസ്. ഇതും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ അത്രേ ഉള്ളൂ. നമ്മുടെ ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്ററാണ്, പക്ഷേ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് തീർത്തു തരാൻ പറ്റി. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്